കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. മട്ടാഞ്ചേരി അഗ്നിരക്ഷാ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബഡ്ജറ്റിൽ 3 കോടി രൂപ അനുവദിച്ചതായി മുഹമ്മദ് ഷിയാസ് MLA. മട്ടാഞ്ചേരി അഗ്നിരക്ഷാ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ബജറ്റിൽ 3 കോടി രൂപ അനുവദിച്ചതായി മുഹമ്മദ് ഷിയാസ് MLA പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിരവധിയായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഈ കൊച്ചി പോലെയുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രായോഗികമായിട്ടുള്ള സർക്കാരിൻ്റെ സമീപനങ്ങളും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഠിനാധ്വാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ഒരു പരിധിവരെയുള്ള പരിഹാരം ഈ വരുന്ന 5 വർഷക്കാലം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ. എല്ലാ പ്രശ്നങ്ങളും ഈ 5 വർഷക്കാലം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ മുൻഗണനാക്രമത്തിൽ ജനങ്ങളുടെ അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ആശങ്കകളാണ് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ മുന്നിലേക്ക് വരുന്ന വിഷയം. അതിനകത്ത് ഒന്ന് ടെട്രാപോഡാണ്. കണ്ണവാലി പ്രദേശത്ത്, പുത്തൻതോട് മുതൽ മാനാശ്ശേരി വരെയുള്ള പ്രദേശത്ത് ടെട്രാപോഡിൻ്റെ. അപ്പോൾ ഞാൻ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഞാൻ തന്നെ മുൻകൈയെടുത്ത് കളക്ടറെ കൊണ്ടൊരു യോഗം ജില്ലാ കളക്ടറേറ്റിൽ വിളിപ്പിച്ചു. അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കിറ്റ്കിൻ്റെയും അതിൻ്റെ നടപ്പിലാക്കുന്ന ഏജൻസിയും ഈ ടെട്രാപോഡ് നടപ്പിലാക്കുന്ന ഏജൻസിയും അവിടെ വന്നിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. 364 കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതികമായിട്ടുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. ആ ലഭ്യമാകാത്ത പദ്ധതിയാണ് മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത്. സത്യത്തിൽ അത് ജനങ്ങളെ കബളിപ്പിക്കലായിരുന്നു. സാങ്കേതികമായിട്ടുള്ള അനുമതി അതിന് ലഭ്യമായിട്ടില്ല. അന്നത്തെ സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ആ പദ്ധതി 404 കോടി രൂപയുടെ പുനർക്രമീകരിച്ച ഒരു പദ്ധതിയാക്കി മാറ്റണമെന്ന്. നിലവിൽ ചെയ്ത ടെട്രാപോഡ് അതൊരു വേറെ മദ്രാസ് IIT-യുടെ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യണമെന്നുള്ള ആദ്യ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ മദ്രാസ് IIT-യുടെ ടെട്രാപോഡിനെ സംരക്ഷിക്കുന്ന മറ്റൊരു പദ്ധതി കൂടി അതിനോടൊപ്പം നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് 418 കോടി രൂപയായി മാറി. സ്വാഭാവികമായും കിഫ്ബി അതിന് ഫിനാൻഷ്യൽ സാങ്ഷൻ കൊടുത്തില്ല. അങ്ങനെ 1 വർഷക്കാലമായ ആ പദ്ധതി ഫയലിൽ മുറങ്ങിക്കിടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി വന്ന് ഈ 2ാം റീച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനി ടെക്നിക്കൽ സാങ്ഷൻ കൂടി നേടിയെടുക്കേണ്ടതുണ്ട്. ആ ടെക്നിക്കൽ സാങ്ഷൻ നേടിയെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയാണ് ഇനി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ കുടിവെള്ളവും അതുപോലെ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതൊക്കെ ഈ പറയുന്ന ഈ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ തന്നെ അതിനെക്കുറിച്ചിട്ട് വളരെ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പം ഞാൻ ആ ഉയർത്തിയ കാര്യങ്ങൾ, കുടിവെള്ളം, അതുപോലെ തന്നെ ടെട്രാപോഡ്, ഇതൊക്കെയാണ് ഏറ്റവും അടിയന്തര പ്രാധാന്യമായി നടപ്പിലാക്കേണ്ടത്. കുടിവെള്ളത്തിന് 190 MLD-യുടെ ഒരു പദ്ധതി, അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ, അത് ഉന്നതതല മീറ്റിംഗ് മുഖ്യമന്ത്രി തന്നെ
ഈ നിയമസഭാ സമ്മേളന കാലത്ത് വിളിച്ചു ചേർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരാൾ മാത്രമല്ല. ആ പദ്ധതി നടപ്പിലായാൽ ആലുവ, കളമശ്ശേരി, തൃക്കാക്കര, എറണാകുളം, കൊച്ചി ഈ 5 നിയോജക മണ്ഡലങ്ങൾക്ക് സമൃദ്ധമായി വെള്ളം കിട്ടാവുന്ന ഒരു പദ്ധതിയാണ് ആ 190 MLD ആലുവയിൽ നിന്നുള്ള പദ്ധതി. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ, അതിൻ്റെ പദ്ധതി രൂപരേഖ ADBയുടെ വായ്പയാണ്. അതിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടപ്പിലായി വരുന്നു. ഒന്ന്, കോർപ്പറേഷന്റെ കുടിവെള്ള പദ്ധതി സ്വകാര്യവൽക്കരണം നടത്തിയതുകൊണ്ട് CUS എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്തതുകൊണ്ട് ADBയുടെ വായ്പ സർക്കാരിന് ലഭ്യമായിട്ടുണ്ട്. പൈസക്ക് ഫിനാൻഷ്യൽ സാങ്ഷൻ മാത്രം സർക്കാർ കൊടുത്താൽ മതി. അതിന് ടെക്നിക്കൽ സാങ്ഷൻ, ടെക്നിക്കലായി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും നടക്കുന്നതിന് സർക്കാർ ഏകദേശം ഉദ്യോഗസ്ഥന്മാർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തി അതിൻ്റെ പൂർത്തീകരണത്തിലാണ്. ഉന്നതതല മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്താൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷനും ഫിനാൻഷ്യൽ സാങ്ഷനും ഉടനെ കിട്ടി ഏകദേശം 2 വർഷക്കാലം കൊണ്ട് ആ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ കൊച്ചിയിലെ ശുദ്ധജല പൈപ്പുകൾ 35, 30, 40, 50 വർഷക്കാലം മുമ്പൊക്കെ ഇട്ട പൈപ്പുകളുണ്ട്. അതൊക്കെ ആസ്ബറ്റോസ് പൈപ്പുകളാണ്. ആ പൈപ്പുകളെല്ലാം മാറ്റി സ്ഥാപിക്കേണ്ട നടപടി കൂടി. അപ്പോൾ സ്വാഭാവികമായും അതിന് കുറെ കൂടി പണം കണ്ടെത്തേണ്ടതുണ്ട്. കുറച്ച് പണം ADBയുടെ ഈ പദ്ധതിയിലൂടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് വാട്ടർ അതോറിറ്റിയുടെ പണം കൂടി ഉപയോഗപ്പെടുത്തി കരിവേലിപ്പടി വരെയുള്ള ടാങ്കുകളിലേക്ക് ഈ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൂടി അതുകൂടി നടത്താനും, അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ പുതിയ ടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന അമൃത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അത് സർക്കാർ ക്യാൻസൽ ചെയ്ത ഒരു പദ്ധതിയാണ്. അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതി ക്യാൻസൽ ചെയ്താണ്. അവിടെ 5 ഡിവിഷനുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് നിലവിലുള്ള ടാങ്ക് തന്നെ ജീർണിച്ച് അത് അകത്ത് വച്ചിട്ടുണ്ട്. 1 കോടി രൂപ ഇവിടെ ടോക്കൺ പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ കൊടുത്ത പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. കണ്ടക്കടവ് FHSE, അതുപോലെ തന്നെ ചെല്ലാനം ചെർക്കുങ്കൽ ബ്രിഡ്ജ് കൺസ്ട്രക്ഷന് അതിന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി മോഡൽ ടൂറിസം വില്ലേജിന് അതിന് ടോക്കൺ പ്രൊവിഷൻ വച്ചിട്ടുണ്ട്. കുമ്പളങ്ങി ബാക്ക് വാട്ടർ റിസ്റ്റോറേഷൻ ആൻഡ് ഡീസൽട്ടിംഗ് പദ്ധതിക്ക്, കായൽ പുനരുദ്ധാരണ പദ്ധതിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ടോക്കൺ പ്രൊവിഷൻ സർക്കാർ വച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിക്ക് അതിന് അതിന് കൂടി ഒരു ടോക്കൺ പ്രൊവിഷൻ സർക്കാർ നമ്മൾ കൊടുത്ത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അതുകൂടി വച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ കൊച്ചിയിൽ ഉണ്ടാവുന്ന പ്രകൃതിക്ഷോഭം, തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന കേന്ദ്രത്തിലെ കെട്ടിടം മോശം സാഹചര്യത്തിലാണ്. കരുവേലിപ്പടിയിലെ ജില്ലാ TB സെന്ററിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി 9.60 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. ചെല്ലാനം ഫാമിലി ഹെൽത്ത് സെന്റർ നവീകരണത്തിന് 2.5 കോടിയും അരൂർ കുമ്പളങ്ങി റോഡ് നവീകരണത്തിനായി 1.5 കോടിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുമ്പളങ്ങി മോഡൽ ടൂറിസം വില്ലേജ് വികസനം, കുമ്പളങ്ങി കായൽ പുനരുദ്ധാരണം, എക്കൽ നീക്കൽ, മണക്കൂർ പാടശേഖരം ആഞ്ഞിലിത്തറ സ്ലോയിസ് റോഡ് നിർമ്മാണം, കണ്ടക്കടവ് PHC പുനരുദ്ധാരണം, ചെല്ലാനം മുതൽ ചാപ്പക്കടവ് അന്ധകാര നഴി വരെ കടൽഭിത്തി നിർമ്മാണം, ഫോർട്ട് കൊച്ചി ബീച്ച് സൗന്ദര്യവൽക്കരണവും പൈതൃക ടൂറിസം വികസനവും, ഫോർട്ട് കൊച്ചി വൈപ്പിൻ തീരദേശ ഹൈവേയുടെ ഭാഗമായുള്ള ടണൽ നിർമ്മാണം എന്നിവയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി പദ്ധതി നടപ്പാക്കുമെന്നും ഫോർട്ട് കൊച്ചി കടപ്പുറത്തെ തീരശോഷണം പരിഹരിക്കുന്നതിനായി പദ്ധതിക്ക് രൂപം നൽകുമെന്നും MLA വ്യക്തമാക്കി. MLAയോടൊപ്പം കോൺഗ്രസ് നേതാക്കളായ PH നാസർ, AM അയ്യൂബ്, ഷാജി കുറുപ്പശ്ശേരി, MP ശിവദത്തൻ, നെൽസൺ കോച്ചേരി തുടങ്ങിയവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.